ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോയിൽ പുതിയതായിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളാണ്. പേര് ഋതുനന്ദ. ഇവള് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മളൊരു മൂവി റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. മൂവിയുടെ പേര് രേഖാചിത്രം. അതെ, ഞങ്ങൾ ഇന്നലെ പോയി കണ്ട സിനിമയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ റിവ്യൂ കാണുന്ന സമയത്തും ഒരാൾ മാത്രമാണ് വന്നിരുന്നത്, ഏതെങ്കിലും ഒരു ഏജിൽപ്പെട്ട ഒരാൾ മാത്രം വന്നിരുന്നിട്ടാണ് മൂവിയുടെ റിവ്യൂ പറയുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മൂവിയുടെ റിവ്യൂ കാണുന്ന കുറേ പേര് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ മാത്രം വന്നിരുന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഏജിലുള്ള ഒരാൾക്ക് എങ്ങനെയാണെന്നുള്ള രീതിക്ക് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജിൽപ്പെട്ട കുട്ടിക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്ക് നിങ്ങളെ മുന്നിലേക്ക് അറിയിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൂടെ കൂട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഋതുവിന് സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു? എനിക്ക് സിനിമ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് കഥാപാത്രത്തിന്? ആസിഫ് അലിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്കിലും അനശ്വരരാജൻ കൊള്ളായിരുന്നു. അപ്പം നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത്, കഥ പറയാന്നൊരു സംഭവം ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പൈസ കൃത്യമായിട്ട് മുതലാവുന്ന തരത്തിൽ നല്ല രീതിക്ക് ഉള്ള ഒരു ഫിലിമാണ് ഈ പറയുന്ന രേഖാചിത്രം എന്ന് പറയുന്നത്. അതായത് വലിയവർക്ക്, കൊച്ചുകുട്ടികൾക്ക്, ഏത് പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്കും കൃത്യമായിട്ട് കുടുംബസമേതം പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഒരിക്കലും ലാഗ് അടുപ്പിക്കത്തില്ല, അങ്ങനെ ഒരു സംഭവമില്ല. കൃത്യമായിട്ട് ഒരു മിസ്റ്ററി ആണത്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോകുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് പോലീസ് വേഷം, അത് ഞാൻ പറഞ്ഞാലും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പോലീസ് വേഷം ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് അലി. ഈ ഒരു ചിത്രത്തിന്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് പറയുന്നത് രേഖാചിത്രം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്, ഈ കൊലപാതകം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരണവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് രേഖാചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ആ രേഖാചിത്രത്തെ മുൻനിർത്തിയായിരിക്കും ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഈ ഒരു ബേസ് ഇതിനകത്ത് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഓൾറെഡി പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് ബാധകമാകുന്ന അല്ലെങ്കിൽ പിന്നിലുള്ള ഒരു കഥയിലെ നായികയുടെ പേരും രേഖ എന്ന് തന്നെയാണ്. അപ്പം ഇത് വല്ലാത്തൊരു ഒരു കാരണം ആ ഒരു സിനിമയോട് നല്ല രീതിക്ക് യോജിക്കുന്ന ഒരു തലക്കെട്ട്, ഒരു പേരാണ് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരുപാട് പണ്ടത്തെ അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള കുറേയധികം ക്യാരക്ടേഴ്സ് റോള് ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് പോർഷൻ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് ആസിഫ് അലി ആണെന്നുണ്ടെങ്കിലും സെക്കൻഡ് പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് ആസിഫ് അലിയോടൊപ്പം തന്നെ കൃത്യമായിട്ട് അനശ്വര രാജൻ കൂടി ആ ഒരു റോള് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് പ്രധാനപ്പെട്ടാണ്. പിന്നെ സിദ്ദിഖ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ആദ്യത്തെ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു റോൾ മാത്രമേ ഉള്ളെങ്കിലും പിന്നീട് അവസാനം വരെ സിദ്ദിഖിന്റെ റോൾ അവിടെ, സിദ്ദിഖ് കൂടെ ആ കഥയുടെ അവസാനം വരെ എത്തുന്നത് പോലൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അദ്ദേഹം അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും, ആ ഒരു ഫസ്റ്റ് സീനിൽ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവസാനം വരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് അറിയപ്പെടുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, പണ്ടത്തെ ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട്, ജഗദീഷ് ഉണ്ട്, ഹരിശ്രീ അശോകന്റെ നല്ലൊരു വേഷമുണ്ട്, മനോജ് ജയന്റെ നല്ലൊരു വേഷം വന്നിട്ടുണ്ട്. ഇതിപ്പം അതിനകത്തൊക്കെ പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് മനോജ് ജയന്റെ വൈഫ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടിയുണ്ട്. ഒറിജിനൽ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് നല്ലൊരു ആക്ടിങ് ആയിരുന്നു അവരുടെ എന്ന് പറയുന്നത്. അവരാണ് നല്ല രീതിക്ക് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു സ്ഥാനം അവർക്കുണ്ട്. കാതോട് കാതോട് എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനെ മാത്രം എടുത്തിട്ട് ഒരു കഥാതന്ത്രം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ കൃത്യമായിട്ട് വലിയൊരു സംഭവമായിട്ട്, അതായത് ഒരു 2.5 മണിക്കൂർ ഒരു സിനിമയാക്കി എടുത്ത് കൊണ്ടുവരിക. അതൊരു ഈ പറയുന്ന രീതിക്ക് മിസ്റ്ററി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലേക്കൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത്, ആൾക്കാരെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും സിനിമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അവസാനം എന്ന് അറിയാൻ പറ്റാത്ത ഒരു രീതിക്കായിരിക്കും ഒരു സിനിമ പോണേന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്തുള്ള കൊലയാളി ആരാണെന്ന് ആദ്യമേ തന്നെ അവർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ആകാംക്ഷയാണ്, ഈ കൊല എങ്ങനെയാണ് നടത്തിയത്, ഈ സംഭവം എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു സംഭവമുണ്ട്. ആ കഥ അറിയാനുള്ളൊരു ത്വര നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ ഒരു സിനിമയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ 2025 ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്ന ഫിലിമാണ് ഈ പറയുന്ന രേഖാചിത്രം എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമ്മൾ അത്യാവശ്യം സിനിമകളൊക്കെ പോയി കാണുന്ന ആൾക്കാരാണ്. ഇറങ്ങുന്ന സിനിമകളെല്ലാം വിടാതെ തന്നെ പോയി കാണുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് എനിക്കില്ലെങ്കിലും ഋതുവിന് കൃത്യമായിട്ടുണ്ട്. എല്ലാ സിനിമകളും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ്, സിനിമകൾ വിടാത്തൊരു കക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പൈസ ചെലവാക്കിയ പൈസ മുതൽ മുടക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നല്ല രീതിക്ക് മുതലായ രീതിക്ക് തന്നെയാണ് ഒരു ഫിലിം എന്ന് പറയുന്നത്. പിന്നെ ആസിഫ് അലിയുടെ കാര്യം, സിനിമകൾ ഇപ്പം കുറേ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് ഉയർന്നു തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ആസിഫ് അലി. ഈ പറയുന്ന അനശ്വരയും നല്ല രീതിക്ക് തന്നെയാണ് അത്, അവരുടെ രണ്ടുപേരുടെയും. പിന്നെ മമ്മൂട്ടിയെ കുറിച്ച് എടുത്ത് പറയാതിരിക്കുക ഒരു നിവൃത്തിയില്ല. കാരണം ഈ ഒരു ഫിലിമിന് മമ്മൂട്ടി കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. കാരണം
കാരണം മമ്മൂട്ടി ഇതിനകത്ത് അഭിനയിച്ചിട്ടില്ല സംഭവം എന്നാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നിറസാന്നിധ്യം ആദ്യം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ ആ ഒരു കഥ തുടങ്ങുന്നത് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക, പിന്നെ കുഞ്ചാക്കോ ബോബന്റെ ആ ഒരു സിനിമയെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവസാന ഭാഗത്ത് ഒരു നമുക്കറിയാവുന്ന കാര്യമാണ് ഈ നന്ദി പ്രകാശനം എന്നൊക്കെ പറയുമ്പം പലപ്പോഴും കാണുന്ന സമയത്ത് നമുക്കത് എന്താ എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ ഈ സിനിമ കൃത്യമായിട്ട് തീരുന്ന സമയത്താണ് നന്ദി പ്രകാശനം എന്ന് പറയുന്ന സംഭവം മമ്മൂട്ടിയോടൊക്കെ ആ ഒരു സംഭവം എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് നല്ല രീതിക്ക് ടച്ച് ചെയ്യും. കാരണം ഈ ഒരു സിനിമയ്ക്ക് പിറകിൽ ആ ഒരു സിനിമയുടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കാതോട് കാതോരം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു പ്രത്യേക ഒരു സംഭവം ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ മാത്രം മനസ്സിലാവുന്നതാണ്. അത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കൊടുത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി ഈ ഒരു സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. നമുക്ക് പോലും ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ പറയുന്ന, ഞാൻ പറഞ്ഞു ആദ്യം മുതലേ മമ്മൂട്ടി കണ്ടപ്പോ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഡൗട്ട് വന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു AI മാറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി മാറ്റിയ ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഈ സിനിമയ്ക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അതിന്റെ ഒരു ത്രെഡ് എടുത്തിട്ടാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ളൊരു പോക്ക് എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞു കുട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവളത് കാണുന്ന സമയത്ത് അവൾക്കത് എങ്ങനെ എന്തോ സംഭവം മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പോലും അവസാനമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ തപ്പിയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലായത്. എനിക്ക് ആദ്യം തോന്നിപ്പോയത് സത്യത്തിൽ മമ്മൂട്ടി ആണോ ആ സംഭവം എന്ന് തോന്നിപ്പോയൊരു കണക്ഷനാണ്. സത്യത്തിൽ അത് ഗ്രാഫിക് പോലെ അല്ലെങ്കിൽ AI പോലെ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. മമ്മൂട്ടിയെ കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു, ഞാൻ പറഞ്ഞു, ഈ സിനിമ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആവുന്നുണ്ട്. അവസാനം നന്ദി പ്രകാശനം മമ്മൂട്ടിയോട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സീൻ അതിനകത്ത് വരുന്നുണ്ട് ലാസ്റ്റ്. അപ്പൊ ഭയങ്കരമായിട്ട് നമുക്കത് കണക്റ്റഡ് ആവുന്നുണ്ട്. ഞാൻ കുഞ്ഞോട് ചോദിച്ചത് മമ്മൂട്ടിയാണ്. ഇത്ര ഒരു കുഞ്ഞു കുട്ടിക്ക് തോന്നുന്നൊരു സംഭവമാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് പോലും ആ സംഭവത്തെ തോന്നിപ്പോയി. ഇനി ഇത് എങ്ങനെയാണ് ഇത് സംഭവം കൊണ്ടുവന്നത്, ഇനി അദ്ദേഹത്തിന് തന്നെ മേക്കപ്പ് ആ വിധത്തിൽ കൊണ്ടുപോകണമെന്നാണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സംഭവം. കാരണം ഇന്ദ്രൻസിന്റെ വേഷം അങ്ങനെ വരുന്നുണ്ട്. പണ്ടത്തെ ഇന്ദ്രൻസിനെ കാണിക്കുന്ന സമയത്ത് വിഗൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് മാറ്റി, ഏജ് ഓവർ മാറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംശയം തോന്നും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ആർക്കും പോയി കാണാൻ പറ്റുന്ന, ഇഷ്ടപ്പെടുന്ന, എന്റെ പ്രായത്തിലുള്ളതായാലും വലിയവർക്കായാലും കുടുംബസമേതം പോയിരുന്ന് കാണാൻ പറ്റുന്ന, പൈസ മുതലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഭയങ്കര സംഭവം, ഭയങ്കര ഇതൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി തരുന്ന ഭയങ്കരമായിട്ട് ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ബാക്കി പറയുന്ന നമ്മള് ചുമ്മാതെ പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് തോന്നിപ്പോന്ന മൊത്തം ലാഗടിച്ചു പോകുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളപ്പോ